ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് AIF-ന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. നിരവധി ആളുകൾ മാർച്ചിൽ അണിനിരന്നു. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് AIYF-ന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF മുൻ ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ഈ എണ്ണ വില വർധനവ് ഈ യുദ്ധത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് നേരിട്ട് സഹായിക്കുന്നത് എണ്ണ കമ്പനികളെയാണ്. എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് തുടർച്ചയായി എണ്ണവില വർദ്ധിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ആരാണ് എണ്ണവില വർദ്ധിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്? ഒന്നാം UPA-യുടെ കാലത്ത് 4.5 വർഷക്കാലം ഈ രാജ്യത്ത് ഇന്ധനവില വർധനവുണ്ടായിരുന്നില്ല. അന്ന് ആ ഒന്നാം UPA-ക്ക് പിന്തുണ കൊടുത്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നു. എന്നാൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ പോയതോടുകൂടി ഈ രാജ്യത്ത് കണ്ടമാനം ഇന്ധനവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം എന്ന് പറയുന്നത് എണ്ണ കമ്പനികൾക്ക് യഥേഷ്ടം എണ്ണയുടെ വില കൂട്ടാനുള്ള അവസരമൊരുക്കുന്നതായി. പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കാണ് എണ്ണ കമ്പനികൾക്ക് അവസരം കൊടുത്തത്. അന്ന് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് ശ്രീമാൻ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ മൻമോഹൻ സിംഗ് അന്ന് ഇന്ധനവില വർധനവിനെ കുറിച്ച് ജനങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത്, എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, വീട്ടുകാരോട്, പാവപ്പെട്ട അടുക്കളയെ ഭരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട അമ്മമാരോട് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ വിറക് ഇന്ധനമായി ഉപയോഗിക്കണമെന്നാണ്. പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് നൽകിയതാണ് പെട്രോൾ വില വർധനയ്ക്ക് കാരണമെന്നും വില വർധനവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും AIYF വ്യക്തമാക്കി. ജില്ലാ സെക്രട്ടറി M. ശ്രീജിത്ത്, CPI കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി N. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയ KK, വിഷ്ണു G, ജിനു ശങ്കർ, രാകേഷ് രാമണേശ്വരം, ദിലീഷ്, പ്രദീപൻ കാട്ടിപ്പോയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.